വണ്ണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം അരീക്കോട് റോഡിലെ ഗോതമ്പ് റോഡ് എന്ന സ്ഥലത്താണ്ടോ. അവിടെ ഗാലക്സി ഹോം ആണ് ഇന്ന് റിയാലിറ്റി വണ്ണിലൂടെ നിങ്ങൾക്കായിട്ട് ഷോ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് നമ്മുടെ ടൈൽസ്, സാനിറ്ററി ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വളരെ വിശാലമായിട്ട് നമുക്ക് വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് നോക്കി നിൽക്കുന്ന ടൈപ്പിൽ എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഗാലക്സി ഹോമിലാണ് വന്നിട്ടുള്ളത്. ഗാലക്സി ഹോമിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഹായ്, നമസ്കാരം. നമുക്ക് ആദ്യം ഈ ഗാലക്സി ഹോം പരിചയപ്പെടുത്താൻ വന്ന ആളെ തന്നെ പരിചയപ്പെടാം. എന്താ പേര്? മനോജ് കുമാർ. നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ടാവും? നമ്മൾ ഈ സ്ഥാപനം വന്നിട്ട് ഏകദേശം 18 വർഷമായി. നമ്മൾ ഗ്രാനൈറ്റ്, മാർബിൾ ഇതൊക്കെ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ടൈല് ആൻഡ് സാനിറ്ററി ഫിറ്റിങ്സിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളെ സ്റ്റെപ്പ് അതിലേക്കാണ് വന്നത്. ഒരു 3 വർഷമായിട്ട് നമ്മൾ അതിൽ സക്സസ്ഫുള്ളി റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗാലക്സി ഹോം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര വിസിബിൾ ആവുന്ന കാര്യം. കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മുക്കം അരീക്കോട് റോഡിൽ ഗോതമ്പ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഗാലക്സി ഹോം സ്ഥിതി ചെയ്യുന്നത്. നല്ല എസ്തെറ്റിക് ആയിട്ട് ഇത് നമ്മൾ ഈ റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ലെങ്തി ആയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് എസ്തെറ്റിക്കലി ഇതിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ അതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ? നമ്മൾ പിന്നെ ടൈലിന്റെ സെക്ഷനിലാണെങ്കിൽ നമുക്ക് ലീഡിംഗ് ബ്രാൻഡ്സ് ആയിട്ടുള്ള RAK ചെയ്യുന്നുണ്ട്, സിംബോളോ, മോട്ടോ, പിന്നെ കളർ ടൈൽ, അങ്ങനെയുള്ള ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ടൈലിൻ്റെ. അതിൽ വെറൈറ്റി ഓഫ് ഐറ്റംസ്, വെറൈറ്റി ഓഫ് ഡിസൈൻസ്, വെറൈറ്റി ഓഫ് ഫീലിങ്സ് അതിലുണ്ട്. നമ്മൾ സാനിറ്ററി വെയറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേയിലൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഹിൻഡ്വെയർ എന്ന് പറഞ്ഞ ബ്രാൻഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ജാഗ്വർ ചെയ്യുന്നുണ്ട്. പിന്നെ കജാരിയുടെ കെരോവിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ലീഡിംഗ് ബ്രാൻഡ്സ് ആണ്. പിന്നെ ഗബ്രിറ്റ്, ഗ്രോഹെ എന്ന് പറഞ്ഞ അവരുടെ സിസ്റ്റേൺസ്, കൺസീൽ സിസ്റ്റേൺസും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രീമിയം ബ്രാൻഡ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഇവിടുത്തെ ടൈൽസിന്റെ സെക്ഷൻ ഒന്ന് കണ്ടാലോ? എങ്ങനെയാണ് ഇവിടെ ടൈൽസിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ RAKന്റെ സെറാമിക്കിന്റെ ആ ഒരു സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഈ ഒരു നെയിം ബോർഡിനെ വളരെ എസ്തെറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് കണ്ടാലോ? ഈ ഒരു ഗാലക്സി ഹോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഡിസ്പ്ലേ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് കേട്ടോ. നമ്മൾ പൊതുവെ ഷോപ്പിലൊക്കെ ഓരോ ചുമരിലായിട്ട് കംപ്ലീറ്റ് എല്ലാ ടൈൽസും ഫിക്സ് ചെയ്യുന്ന മെത്തേഡ് കാണാം. പക്ഷെ ഇവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇത് കംപ്ലീറ്റ് സ്ലൈഡിങ് ആയിട്ടുള്ള. അതെ, സ്ലൈഡിങ് ആയി പേപ്പർ, ആ ഒരു പേപ്പർ ഫീലിംഗ്. നമ്മളൊരു ബുക്ക് മറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഓരോ പേപ്പറും നമ്മൾ മറക്കിയല്ലോ, ആ ഫീലിംഗ്. അതിന്റെ ബാക്ക് ആൻഡ് ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഓരോ ഐറ്റത്തിന്റെയും ഡിസ്പ്ലേ നമ്മൾ ചെയ്തിരിക്കുന്നു. അതിൽ ഡിസൈൻസ്, ഇപ്പം ഡാർക്ക് ആൻഡ് ലൈറ്റ്, അതിന്റെ ഹൈലൈറ്റർ കോമ്പിനേഷൻസ്, അത് 4:2 എന്ന് പറഞ്ഞ സൈസാണ്. അത് 120x60 എന്ന് പറഞ്ഞ സൈസിൽ മാറ്റിൽ വരുന്ന ഫീലിംഗ് ആണ്. ഇത് നമ്മൾ ഇപ്പം കൺസെപ്റ്റ് ഇല്ല. പണ്ടായിരുന്നു നമുക്ക് ബാത്റൂമിന് ഒരു ടൈല്, പിന്നെ ഫ്ലോറിന് ഒന്ന്, വാളിന് വേറെ, അങ്ങനെ. ഇപ്പം അങ്ങനെ കൺസെപ്റ്റ് ഇല്ല. നമുക്ക് ഏത് ടൈലും ഏത് സൈസും എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബാത്റൂമോ മെയിൻ ഫ്ലോറോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ടൈലും വന്നിട്ടുള്ളത്. ഇത് നല്ല ഭംഗി. ഇത് മാറ്റ് ഫിനിഷ് തന്നെയാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. സാറ്റിൻ മാറ്റ് എന്നുള്ള ഫീലിംഗിൽ വരുന്നത്. സെയിം സൈസിലാണ് വരുന്നത്. കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള. അതെ, പ്ലെയിനിൽ നമുക്ക് ഫുൾ ബോഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ വരുന്നതാണ്. ഫുൾ ബോഡിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്റ്റെപ്പിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് ടൈലിന് പകരമായിട്ട് നമുക്ക് ഈ സൈസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ സെയിം കളർ തന്നെ മോൾഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടും. അതും അതേ തന്നെ ഹൈലൈറ്റർ ആയിട്ട് ഇപ്പം നമുക്ക് ഇപ്പം ബാത്റൂമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്ലോസറ്റിന്റെ ഒരു ഏരിയ അല്ലെങ്കിൽ വാഷിംഗ് ഏരിയ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന, അതെ, പ്ലേസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാച്ച് ആവുന്ന രൂപത്തിലാണ്. ഇതിലേക്ക് ഒരു ബീച്ച് കളർ അത് മാച്ച് ആവുന്ന അങ്ങനെ. അതെ 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 അതെ, അതിന്റെ ഡാർക്ക്, ലൈറ്റ്, ഹൈലൈറ്റർ അങ്ങനെ വെച്ചിട്ട് കുറച്ചുകൂടി നമുക്ക് വിഷ്വലി വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് മോഡൽസ് ഇതാ ഇവിടെ ഈ ഒരു ബുക്ക് ഡിസൈനിലായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടതിന് കുറച്ചും കൂടി ലൈറ്റിലേക്ക് ഗ്ലോസി ടൈപ്പിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഇത് ഏതിലാ വരുന്നത്? ഈ ഒരു ബ്ലാക്ക് തീമിൽ വരുന്നത്. ബ്ലാക്ക് തീം നമുക്ക് പിന്നെ ഹൈലൈഷൻ തന്നെ ഡാർക്ക് തീമിലേക്ക് വരുന്നതാണ്, ഗ്ലോസിനെസ്സിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണത്.
നമുക്കത് ഫ്ലോർ മീൻസ് മെയിൻ ഫ്ലോറിൽ കൊടുക്കാം, വാളിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ കൊടുക്കാൻ കൊടുക്കാം, അത് ചെയ്യാവുന്ന സാധനം. അങ്ങനെ ഒരുപാട് ടൈൽസിന്റെ ഈ ഒരു മോഡൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു ഇത് സൈസ് വരുന്നത് അതും 4x2 തന്നെ. 4x2 ഷുഗർ ഫീലിംഗ് വരുന്ന ഒരു ഡിസൈൻസ് ആണ്. ഷുഗർ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഷുഗർ നമുക്കൊരു പഞ്ചസാരയുടെ തരിയുടെ ഫീലിംഗ് വരും, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് തരിപ്പ് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഷുഗർ ഫീലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഒരു ബീച്ച് കളർ ഗ്രേ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് അത്. ഇതൊരു ഗ്രേല് വരുന്നുണ്ട്. കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് നമ്മളെ ഡിസൈൻ അനുസരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വേണം സിംഗിൾ കളറിൽ തന്നെ ഫുൾ ഏരിയ നമുക്ക് കവർ ചെയ്യാം. അതല്ല എങ്കിൽ കോമ്പിനേഷൻസ് ആയിട്ട് ഡാർക്കും ലൈറ്റും വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കളർ സെറ്റ് ചെയ്യാൻ പറ്റും, തീമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും അതിന്റെ വലിയ സൈസ് ഇതിന്റെ കുറച്ചും കൂടി ഇപ്പൊ നമ്മളിപ്പം കണ്ട 2x4 എന്ന് പറഞ്ഞതിന്റെ ഒരു 3 ടൈല് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു സൈസാണ് 6x4 എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് വലിയ ഏരിയകളൊക്കെ ഉള്ള ഫ്ലോറിംഗ് ഏരിയ കുറച്ച് ബിഗ് സൈസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാണാനും ഇതിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും, ഒരു പ്രീമിയം തോന്നുന്ന വലിയൊരു സൈസിലേക്ക് വൈറ്റ് തീമിലേക്ക് വരുന്നതാണ്. നമുക്കിത് ഹൈലൈറ്റ് ആയിട്ട് വാളുകളും ഇപ്പൊ ടൈല് ചെയ്യുന്നുണ്ട്. ബാത്റൂമിലേക്ക് പൊസിഷൻ ഇല്ല, ഫ്ലോറിലാവട്ടെ വാളിലാവട്ടെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയി തോന്നുന്ന ഏത് സ്ഥലങ്ങളും കൊടുക്കാൻ പറ്റും. ഇതൊരു വൈറ്റിൽ വരുന്നതാണ്. ഇവിടെ ഈ ഒരു സ്ലൈഡിങ് രീതിയിലാണല്ലേ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ടൈൽസുകൾ ഉണ്ട്, നമ്മൾ അവിടെ കണ്ടു. അതിൽ ഇത് കുറച്ചും വലിയ സൈസ് ആയിട്ട് വരുന്നതാണ്. ഇത് ഏതെല്ലാം ഫിനിഷ് വരുന്നത്? ഗ്ലോസി ഫിനിഷ്. സെയിം അതിന്റെ തന്നെ മാറ്റ് ഫിനിഷും നമുക്ക് അതിന്റെ മുകളിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലോസിന്റെ മാറ്റ് ഫിനിഷ് ആണ് നേരെ സെയിം ആയിട്ട് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പിന്നെ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിലേക്കൊക്കെ തോന്നുമ്പോൾ ചിലപ്പം കസ്റ്റമറിന് ഒരു സംശയം ഉണ്ടാകും, കിച്ചണിൽ ആകുമ്പോൾ വല്ല ഓയിലി ഇത് എന്തെങ്കിലുമൊക്കെ വീണ് സ്കിഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് അവിടേക്ക് നമുക്ക് സെയിം തന്നെ പാറ്റേണിൽ മാറ്റിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി കിട്ടും. അപ്പോൾ സെയിം പാറ്റേൺ നമുക്ക് ആ ഒരു സെയിം പാറ്റേൺ വേണേനും നമുക്ക് ആ ഒരു സ്ലിപ്പറി പ്രശ്നം ഉണ്ടാവാതെ വേണം. അപ്പം അതിന് പറ്റുന്ന മാച്ച് ആയിട്ടുള്ള ടൈലാണിത്. ആറേക്കെ തന്നെ വരുന്നതാണ്. ഇനി ഇത് അവിടെ കംപ്ലീറ്റ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പല കളറും പല ഡിസൈൻസിലും വരുന്നതാണ്. ഇപ്പം നമ്മൾ മാർബിൾ ഡിസൈൻസിലാണ് ഇപ്പോൾ അധികം ടൈൽസ് എല്ലാം ഇതിൽ ചെയ്തു വരുന്നത്. അപ്പോൾ അതൊരു പ്രീമിയം. ഇപ്പോൾ മാർബിൾ എടുത്തിട്ട് അതിൻ്റെ എല്ലാ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ റേറ്റ് ഓഫ് ഇത് നോക്കുന്നത് ബെറ്റർ. എപ്പോഴും നമുക്ക് ഈ ഒരു ടൈൽ നല്ല റേറ്റ് ആയിരിക്കും, അഫോർഡ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അങ്ങനത്തെ ആളുകൾക്ക് മാർബിൾ ഡിസൈനോട് കൂടിയിട്ട് ടൈല് ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇപ്പോൾ അതിൻ്റെ സെയിം ഇതിൽ തന്നെ നമുക്ക് ഇത് വാളിൽ ഇപ്പം കൊടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ കസ്റ്റമർക്ക് സംശയം ഉണ്ടാകും നമ്മൾ വാളിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളൊരു പിന്നെ മോക്കപ്പായിട്ട് ചെയ്തു വെച്ചതാണ്, ഒരു ബാത്റൂമിന്റെ മോക്കപ്പ്. സെയിം ഇതിൽ തന്നെ കളർ ചേഞ്ച് ചെയ്തിട്ട് വേരിയേഷൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു മോക്കപ്പ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ എടുത്ത് കാണിക്കേണ്ടത്. അതെ അതെ. ശരിക്കും നമ്മൾ ടൈൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അവിടെ ആ ഒരു ആപ്റ്റ് ആവും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇതുപോലെ മോക്കപ്പ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വരുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മിററൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് കുറച്ചും കൂടി നന്നാവും. ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈൽ ഇത് മാറ്റാണ് വരുന്നത്. മാറ്റിൽ വരുന്നുണ്ട്. ഇത് സെയിം ബീച്ച് കളർ അതിന്റെ തന്നെ സെയിം ഗ്രേയിലേക്കും വരുന്നതാണ്. സെയിം ഡിസൈനിൽ വരുന്നത് തന്നെയാണ്. ഇത് വേറെ മോക്കപ്പ് കൂടെ വന്നിട്ടുണ്ട്. ഇത് ബേസിന്റെ കൗണ്ടർ മാത്രമായിട്ട് നമ്മൾ ചെയ്താണ്. ബാക്ക് വാളിൽ ഇപ്പോൾ ടൈലാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് മാച്ചായിട്ട് നേരത്തെ കണ്ട ഒരു വൈറ്റ് ആ ഒരു ഡാർക്ക് മോഡൽ വരുന്ന ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ മിററും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ വീട്ടിലെ പ്ലേസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു മോക്കപ്പ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ അടുത്ത നമ്മൾ സിംബോളോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അതിൽ തന്നെ വെറൈറ്റി ഓഫ് ഡിസൈൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അടുത്ത സെഗ്മെന്റിലേക്ക് ഒന്ന് നോക്കാം. സിംബോളോ തന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഏകദേശം ഒരു 1500-2000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും. 1500 സ്ക്വയർ ഫീറ്റ് മസ്റ്റായിട്ടും അതിലുണ്ട്. ഈ ഒരു സിംബോളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഡിസ്പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംബോളോ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? സിംബോളോ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞാൽ അതന്നെ കൺഫ്യൂഷൻസ് ആണ്. കാരണം പ്രീമിയം ആയിട്ട് ചെയ്യണം എന്ന് കസ്റ്റമർക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സിംബോളോയിൽ തന്നെ നമുക്ക് പ്രീമിയം എന്ന് പറഞ്ഞത് ഇതൊക്കെ എല്ലാം പ്രീമിയം തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കാണിക്കുമ്പോൾ പിന്നെ മർമോറിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിൽ മർമോറിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ വരുന്നതാണ്. അതിന്റെ പ്രത്യേകത തന്നെ എന്താ പറഞ്ഞു വെച്ചാൽ ഈ സെയിം തന്നെ നമുക്ക് 3-4 സൈസസിൽ അവൈലബിൾ ആണ്. അതായത് 4x2, 160, 80, 6x4 ആൻഡ് 8x4. 8x4 അത് തന്നെ നമുക്ക് പിന്നെ 3-4 ഓപ്ഷനിൽ തന്നെ കിട്ടും. അതായത് ഷൈനി, അതായത് ഗ്ലോസി എഫക്റ്റിൽ കിട്ടും. പേപ്പർ മാറ്റ്, നമ്മൾ പേപ്പറിൽ ടച്ച് ചെയ്താലുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗിൽ കിട്ടും. കുറച്ചും കൂടി സ്ട്രോങ്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു, അതായത് ഒരു മാറ്റ്
പക്ക മാറ്റിലേക്ക്. അതൊന്നും കുറച്ചും കൂടി സാബിയ എന്ന് പറഞ്ഞ സീരീസ്, അതായത് മാറ്റ് ആയിട്ടാണ് 4 different. ഡിഫറെന്റ് ഐറ്റംസിലായിട്ട് ഇവരെന്നെ ഇവിടെ കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്തത്. അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞത് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഗ്ലോസി ആണോ പേപ്പർ ഇതാണോ ഫിനിഷിങ്, എല്ലാ ഫിനിഷിങ്ങും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവിടെ അറേഞ്ച് ചെയ്തത്. അതിന്റെ തന്നെ നമുക്ക് സ്ട്രിപ്സിലും വരുന്നുണ്ട്. അപ്പം ബാത്റൂമിലൊക്കെ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെയിൻ വാഷിംഗ് ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ സെയിം പാറ്റേൺ തന്നെ നമ്മൾ മെയിൻ ഫ്ലോർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തന്നെ വാളിൽ കൊടുക്കണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ സ്റ്റോക്ക് ഉണ്ടോ ഈ അതെ അതെ, നമുക്ക് അഗെയിൻസ്റ്റ് ഓർഡർ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഇതെല്ലാം നമുക്ക് എറണാകുളത്ത് ഡിപ്പോയിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മോർബിയിൽ നിന്ന് എടുക്കാം. നമുക്കൊരു 15 days ടൈം മാത്രം മതി ശരിക്കും അതിന് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് അല്ലേ? അതെ അതെ അതെ, അതിന്റെ തന്നെ ഗ്ലോസി ആണ്. അതെ, അതിന്റെ ഗ്ലോസി സെയിം മാറ്റ് ആണ് നമ്മൾ കണ്ടത്, അതിന്റെ ഗ്ലോസി ആണ് വന്നിട്ടുള്ളത് സൈസിൽ. ഇത് അത് വേറെ ആ സീരീസിൽ പെട്ട വേറൊരു ഡിസൈൻ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമുക്കൊരു മാർബിളിന്റെ ആ ഒരു ഫീലിംഗിലേക്ക്, അതാണ് നമ്മൾ പറഞ്ഞ മാതിരി ഇപ്പൊ മാർബിളിലെ ആ ഒരു ഫീലിംഗിലേക്ക് വേണമെന്നൊരു കസ്റ്റമർക്ക് തോന്നുമ്പോൾ അത് കൊടുക്കാൻ നമുക്ക് ടൈലില് അതിലുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇതിൽ തന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? സിംബോളോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ എല്ലാ മെറ്റീരിയലുകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം കൂടുതലായിട്ടുള്ള ഐറ്റംസിലെല്ലാം ഒരേ ഫാക്ടറിയിൽ തന്നെ പ്രൊഡക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഗുണങ്ങൾ. അത് അതിന്റെ ഹൈലൈറ്റർ പോർഷൻ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. സെയിം പാറ്റേണിൽ സെയിം ഇതിൽ നമുക്ക് കിട്ടും. അതെ അതെ അതെ, ഗ്ലോസിയിൽ വരുന്നുണ്ട്, പേപ്പർ മാറ്റ്, സ്ട്രോങ്സ് എന്ന് പറഞ്ഞതിൽ, പിന്നെ സാബിയ എന്ന് പറഞ്ഞത്. അതിൽ തന്നെ അതേ പാറ്റേൺ അതേ ഡിസൈൻസ് തന്നെ നമുക്ക് ഹൈലൈറ്റർ പോർഷനിലേക്ക് നമുക്ക് കിട്ടും. അതിന്റെ തന്നെ സ്ട്രിപ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിട്ടോ എഞ്ചിനീയറെ സംബന്ധിച്ചിട്ടോ ഒരു കൺഫ്യൂഷൻസിന് പോകേണ്ട കാര്യമില്ല. കാരണം ആ ഒരു പാറ്റേൺ തന്നെ നമുക്ക് എല്ലാത്തിലും അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും സൈസസും ആ ഡിസൈൻസും ഒക്കെ നമുക്ക് ക്ലയൻസിന് മാത്രമല്ല കേട്ടോ, ആർക്കിടെക്ട്സ് വന്നു കഴിഞ്ഞാലും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇതെന്താണ് ഈ ഒരു ചെയ്തിട്ടുള്ളത്? ഇത് പറഞ്ഞാൽ പിന്നെ നമുക്ക് 6x4 15 mm തിക്നെസ്സിൽ വരുന്ന ഇതാണ്. അതായത് ടെറാസോ എന്ന് പറഞ്ഞ ആ ഒരു ഫീലിംഗിൽ വരുന്ന സാധനമാണ്. വെനീറ്റോ കളക്ഷൻ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. അതെ അതെ, നമുക്ക് അതെ അതെ അതെ, ഇത് നമുക്ക് 2-3 ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പം ഡൈനിങ് ടേബിളിനൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതെ അതെ, ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ സ്റ്റെപ്പിന് യൂസ് ചെയ്യാൻ പറ്റും, മെയിൻ ഫ്ലോറിലേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതിൽ തന്നെ മാറ്റും ഗ്ലോസിയും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഈ ഒരു ഡിഫറൻസ് കാണിച്ചിട്ടുള്ളത്. സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലോസി ആണ്, ഇത് മാറ്റ് ആണ്, ഫിനിഷിംഗിൽ വരുന്നതാണ്. അതിന്റെ തന്നെ ഫുൾ പീസസും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വെറൈറ്റീസും. അതെ അതെ, ഇത് ഏതാണ് വരുന്നത്? സെയിം ഈ വെനേറ്റോ കളക്ഷനിൽ തന്നെ വരുന്ന ഡിസൈൻ തന്നെയാണ്. 15 mm തിക്നെസ്സിൽ വരുന്നതാണ്. 6x4 ആണ് അതിന്റെ സൈസ് വരുന്നത്. അതായത് 120, 180 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കളർ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ നോർമൽ മാറ്റിൽ വരുന്ന മാറ്റിൽ അതായത് സ്പെക്ട്ര എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ആർക്കിടെക്റ്റിനൊക്കെ ഇപ്പം ഒരു ക്ലയന്റിന്റെ ഓപ്ഷൻ അനുസരിച്ചിട്ട് പലതും ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ കളർ ഓപ്ഷൻസ് ആണ്. പ്രീമിയം ആ ഒരു ഫീലിംഗ് അതിൽ എപ്പോഴും ഡിസൈൻ ആയിരിക്കും. ബെഡ്റൂം വേറെ ഡിസൈൻ ആണ്, കിച്ചൺ സ്പേസിലേക്ക് വരുമ്പോൾ വേറെ ആയിരിക്കും. ഫ്ലോറിങ്ങും അതുപോലെ തന്നെ വാളൊക്കെ കംപ്ലീറ്റ് മോഡലായിരിക്കും. അപ്പൊ അതിന് മാച്ച് ആവുന്ന രൂപത്തിൽ എടുക്കാൻ പറ്റുന്ന ഡിഫറെന്റ് കളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈസ് നമുക്ക് പിന്നെ 2x4 അവൈലബിൾ ആണ്. പിന്നെ ചെറിയ സൈസ്, അതായത് ഒരു പിന്നെ 6 സെന്റിമീറ്റർ ടു 10 സെന്റിമീറ്റർ അങ്ങനെയൊക്കെ നീളത്തിൽ നമുക്കിത് കിട്ടും. സ്ട്രിപ്സ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ വലിയ സൈസിലും കിട്ടും. 8x4 അതെ, സെയിം സാധനം തന്നെ 8x4 അവൈലബിൾ ആണ്. അതിന്റെ 4x4 അങ്ങനെ ഇതിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കളറൊക്കെ ഇപ്പോൾ ക്ലയൻസും അതുപോലെ ആർട്ടിസ്റ്റ് ഒക്കെ ചോദിച്ചു വരുന്ന ഒരു കളറാണ് കേട്ടോ, ഒരു ഗ്രീൻ ടച്ച് ആണ് വരുന്നത്. അതേമാതിരി ഹൈലൈറ്റർ പോർഷൻ സ്പെക്ട്രന്റെ തന്നെ അതിൽ തന്നെ വരുന്ന ഹൈലൈറ്ററിൽ വരുന്ന അതെ യെല്ലോയിഷ് ആയിട്ട് വരുന്ന എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും കളറിൽ ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട്. ഓപ്ഷൻസ് ഉണ്ട്. സ്പെക്ട്ര ഫെൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ സ്പെക്ട്ര ഗാലക്സി ഹോമിൽ ഇതിന്റെ ഒരു ടൈൽസിന്റെ ഒരു വിശാലമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂട്ടോ. ഡിഫറെന്റ് മോഡൽ ഡിസൈനിലൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഹൈലൈഷൻ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് സിംബോളോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഏത് സൈസസും ഏത് ഫിനിഷസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് സിംബോളിൽ തന്നെയുള്ള കുറച്ചും കൂടി നമുക്കൊന്ന് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റിയൊരു അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് പ്രോസോ സീരീസിൽ വരുന്ന ഫെദർ ടച്ച് എന്ന് പറയുന്നത്. പ്രോസോ സീരീസിൽ ഫെദർ ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അതായത് നമ്മൾ തൂവലിന്റെ ഒക്കെ ആ ഒരു സ്പർശം അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഫീലിംഗ് ആണ്. ഗ്ലോസി അല്ല, മാറ്റും അല്ല, അതിന്റെ ഫീലിംഗ് വരുന്നതാണ്. അതെ അതെ അതെ. അപ്പൊ 6x4 വരുന്നത്. അപ്പൊ കസ്റ്റമർക്ക് മറ്റേ മാറ്റ് കൊടുക്കുമ്പോൾ ഒരു വീലുണ്ടാവും, നമുക്ക് അതിൽ സ്റ്റെയിൻ പിടിക്കുവോ അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ഇതിൽ നമുക്ക്
ധൈര്യമായിട്ട് ഫ്ലോറിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ, ഫ്ലോറിനോ വാളിനോ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ബെസ്റ്റ് ഫിനിഷിംഗ് ആണിത്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. കാരണം ആ ഒരു ഫീലിംഗ് ഫെദർ ടച്ച് അതെ ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്, കളേഴ്സ് പല ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്. ഗ്രേ ഉണ്ട്, ബീച്ച് അതെ ബുദ്ധിമുട്ട് പറയും, അത്ര ഒരു റിസ്ക് ഇല്ല, ടച്ച് ചെയ്താൽ തന്നെ അതിന്റെ ഫീലിംഗ് അറിയാം. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ്. അതാണ് മെയിൻ ആയിട്ട് ഞാൻ വന്നപ്പോൾ മനസ്സിലാക്കിയത് അത്രത്തോളം ഇപ്പോഴത്തെ യൂസ് ചെയ്യുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ടൈൽസുകളാണ്. ഡിസൈൻ ആണെങ്കിലും കളേഴ്സിലാണെങ്കിലും എല്ലാം നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന അങ്ങനെ ആ ഒരു ടൈപ്പ് ഒന്നും ഇവിടെ വരുന്നില്ല. ഇല്ല, നമ്മൾ അതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. മിനിമം ഒരു 4 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളൊന്ന് അതിന്റെ ചേഞ്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ തന്നെ വേറെ ഫീലിംഗ് വരുന്നതാണ്. ഫെദർ ടച്ച് തന്നെയുള്ളത് തന്നെയാണ്, വേറെ കളറാണ്. അതിൽ കാർവിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി വരും. അതായത് ആ ഒരു ഡിസൈൻസില് ലൈറ്റിന്റെ ഒരു എഫക്ട് അതിൽ വരും. മാറ്റിന്റെ ഇടയിൽ കൂടെ ഒരു ലൈറ്റിന്റെ ഒരു സ്പാർക്ലിംഗ് എഫക്ട് ഗ്ലിറ്ററിംഗ് എഫക്ട് വരും. നമുക്ക് ഇവിടെ കിച്ചണിന്റെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കിച്ചണിന്റെ നമുക്ക് വെച്ചാൽ കിച്ചൺ കൗണ്ടർ ടോപ്പിന് പറ്റിയിട്ടുള്ള ഫുൾ ബോഡി മെറ്റീരിയൽ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ പറ്റും. ഇതൊക്കെ അതിൽ പെട്ടുള്ള മെറ്റീരിയലുകളാണ്. ഫുൾ ബോഡി ആയിട്ട് വരുന്ന 15 mm തിക്നെസ്സിൽ വരുന്നതാണ്. 240 × 80 സൈസിലാണ് വരുന്നത്. പിന്നെ 300 × 80 അതിലും വരുന്നുണ്ട് നമുക്ക്. അതെ കളർ വേരിയേഷൻസ് നമുക്ക് അതിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ സെയിം ഗ്ലോസിയും സെയിം മാറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഗ്ലോസി ആണ്, ഫ്ലോറിംഗിലും ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. നമുക്ക് കൗണ്ടർ ടോപ്പ് ആയിട്ടൊക്കെ ഇപ്പൊ ഗ്രാനൈറ്റിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്, അപ്പൊ അതിനപേക്ഷിച്ച് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. അത് മാത്രമല്ല ഇതിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഗ്രാനൈറ്റിൽ 1 or 2 കളേഴ്സേ നമുക്ക് കിട്ടുള്ളൂ. അതല്ല ഇതിൽ നമുക്ക് വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളെ കൗണ്ടർ ടോപ്പിൽ കൂടെ പിന്നെ അതിന്റെ കബോർഡ്സിനൊക്കെ എന്തൊക്കെ കളർ വരുന്നു അതിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. മാച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം കിച്ചൺ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ട്രെൻഡിങ് മോഡൽസ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഓരോ ടൈൽസുകളാണ് ഇവിടെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം അതിന്റെ തന്നെ കുറച്ചും കൂടി ഒരു ഇതിൽ തന്നെ കുറച്ച് അതെ. അപ്പൊ നേരത്തെ ടെറാസോ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇതിൽ കുറച്ച് ഡോട്ട്സ് ഫീലിംഗ് ഉള്ള സാധനങ്ങളുണ്ട്. കാരണം കസ്റ്റമൈസ്ഡ്, അപ്പം ഓരോ കസ്റ്റമർക്കും ഓരോ ചോയ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഡോട്ട്സ് ടൈപ്പുകളിലും വരുന്നുണ്ട്. അതിന്റെ പ്ലെയിനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈൽസിന്റെ മോഡൽസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിന്റെയൊക്കെ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു 2 days കൊണ്ടൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ കംപ്ലീറ്റ് ഒരു കിച്ചൺ മോക്കപ്പ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ മോക്കപ്പിൽ ചെയ്തിട്ടുള്ള ഏതാണ്? ഈ മോക്കപ്പിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ചെയ്തിരിക്കുന്നത് സിംബോളോന്റെ തന്നെ വൈറ്റ് പാറ്റേണിൽ മാറ്റിൽ വരുന്നതാണ്. മാറ്റ് ഫിനിഷിൽ വരുന്ന. ഇവിടെ ഈ കിച്ചണിന്റെ മോക്കപ്പ് ഏരിയയിൽ നമ്മളിത് കൗണ്ടർ ടോപ്പിന് നേരെ മുകളിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതില് നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ അതെ സ്പെക്ട്ര എന്ന് പറഞ്ഞ സീരീസിലെ സ്ട്രിപ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ വേറൊരു കളറാണത്. വെർട്ടിക്കൽ ആയിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചൂസിനനുസരിച്ച് ഡിസൈൻ മാറ്റാൻ പറ്റും. അവര് വൈറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിച്ചണ് ബ്ലൂവോ ഗ്രീനോ എഴുതോ ആ ഒരു കളറിന്റെ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. സിംബോള കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മോട്ടോ. ഇവിടെ കംപ്ലീറ്റ് മോട്ടോന്റെ ടൈൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു ഇപ്പോഴത്തെ ഒരു പ്രീമിയത്തിൽ വരുന്നത്? 160/80 and 6/4 ആണ് വരുന്നത്. 160/80 തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഫീലിംഗിൽ തന്നെ ഗ്ലോസിയും സെയിം തന്നെ മാറ്റും നമുക്ക് അവൈലബിൾ. അതിൽ തന്നെ പിന്നെ കാർവിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് സ്പാർക്ലിംഗ് എഫക്ട് അതിൽ വരുന്നത്. പല വെറൈറ്റികളും അതിലുണ്ട്. ഇപ്പോഴത്തെ ലീഡിംഗ് ബ്രാൻഡ് തന്നെയാണ് നമുക്ക് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. റസ്റ്റിക് മോഡൽ കുറച്ച് മെറ്റാലിക് ഫീലിംഗ് ഒക്കെ വരുന്ന. ഇപ്പൊ ഹൈലൈഷൻ ഒക്കെ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ്. ഒരേ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തന്നെ എല്ലാ ഫീലിങ്ങുകളും നമുക്ക് ഇവിടെ ഉണ്ട്. അതെ കാർവിംഗ് ഡിസൈൻ ആണ് വരെ. അതിന്റെ തന്നെ സെയിം ഗ്ലോസിയും നമുക്ക് അവൈലബിൾ ആണ്. അതെ ഗ്ലോസിയിലും നമുക്ക് അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു മോക്കപ്പ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബാർ കൗണ്ടർ ആണ്. അതെ നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇത് വരുന്നത് ഗ്രേ ആണ്. ഇവിടെ അവർ തന്നെ ആയിട്ട് ആ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത് ഗ്രേ ആൻഡ് കുറച്ചും കൂടി ഡാർക്ക് തീമിൽ വരുന്ന രൂപത്തിലാണ്. കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും. ഇവിടെ ഗ്ലോസിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതെ. പിന്നെ താഴെയായിട്ട് മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്.
ഇത് വേറെ മോക്കപ്പാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷനും ടൈൽസിന്റെ ആ ഒരു ഡിസൈനാണ് നമുക്ക് കാണുന്നത്. നമ്മൾ ആ ഒരു മൊസൈക്ക് ഡിസൈനിൽ വരുന്ന ഗ്ലാസും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ക്ലോസറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ആ ഒരു ടോയ്ലറ്റിൽ ടൈൽസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ പിന്നെ നേരത്തെ സ്ട്രിപ്പ് പറഞ്ഞു, സ്ട്രിപ്പ് ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈലിൽ തന്നെ ഡയറക്റ്റ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കുറച്ചുകൂടി ലെങ്തി ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കുറച്ചുകൂടി ലെങ്തി ആയിട്ട് വരുന്ന ഡിസൈനിൽ അവർ കട്ട് ചെയ്ത് വെച്ചാണ്. അതിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള ഫുൾ സ്ലാബ്സ് ആണ് 160/80 വരുന്ന സ്ലാബ് കൊടുത്തിട്ടുള്ളത്. മാച്ച് ആയിട്ടുള്ള ഒരു ഗ്രീൻ എഫക്റ്റ് ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇവരെ മോക്കപ്പേരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സിൽ വരുന്ന ടൈലുകളാണ് ഉള്ളത്. അതിൽ തന്നെ 6x4 വരുന്നതാണ്. 6x4 നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതിന് ഒരു 4 ഓപ്ഷനിൽ ഇറ്റാലിയൻ ഫീലിംഗ്, പേപ്പർ മാറ്റ്, ഹൈബ്രിഡ് ആൻഡ് സ്പാ മാറ്റ്. അതെ, ഈ ഒരു 4 ഇതില് വരുന്നുണ്ട്. നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫീലിംഗ് അറിയാൻ പറ്റും അതെങ്ങനെയാണ് എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് റെഡിയിൽ കുറച്ച് ചില ഡിസൈൻസ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. അല്ലാത്തത് നമുക്കൊരു 15 days കൊണ്ടൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ആളുകൾക്കും പല ഡിസൈൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഒരുപാടുണ്ട്. ഇത് തന്നെ വേറെ ഡിസൈൻ നമുക്ക് എല്ലാം സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാണ്. ഈസിയാണ്, കസ്റ്റമർക്ക് തന്നെ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് എത്രത്തോളം ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ആ ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരു പിക്ചറാണ് ഇതിന് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പല ആളുകളും ഇങ്ങനെ കയറി വരുമ്പോൾ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഒക്കെ ഡോറ് തുറക്കുമ്പോൾ നേരെ നോക്കുന്ന ടൈലുകളായിരിക്കും. അപ്പോൾ എത്രത്തോളം ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ എവിടെ നിന്നാണ് ടൈല് പർച്ചേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്, ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഗാലക്സി ഹോം. നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്, അരീക്കോട് മുക്ക റോഡിലാണ് വരുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടൈലുകൾ കിട്ടും. ഇതൊരു വൈറ്റ് ആൻഡ് ഡാർക്ക് വരുന്നതിലാണ് സെറ്റ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എനിക്കൊരു കരിങ്കല്ലിന്റെ ആ ഒരു ഫീലിംഗ് വരുന്ന രൂപത്തിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറും അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് പറയാൻ പറ്റിയ സാധനമാണ് ഇത്. എവിടെ കൊടുക്കണം? അത് നമുക്ക് വാളിലേക്കും ഫ്ലോറിലേക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇത് 4x2 വരുന്നതാണ്. ലീഫ് ഡിസൈൻ ഒക്കെ നമുക്ക് കണ്ട് അതിന്റെ ഫീൽ ചെയ്യുന്നത്. അതായത് ലെവൽസ് എന്നുള്ള ആ ഒരു സീരീസ് ആയിട്ട് തന്നെയാണ് അവര് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ പ്ലെയിൻ വന്നിട്ടുണ്ട്, കളർ ഡിഫറൻസും വന്നിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു പിന്നെ വാം സീരീസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഫീലിംഗ് കുറച്ചൊന്ന് ഇതായിരിക്കും. അതിൽ തന്നെ ഹൈലൈഷൻ, അതിൽ പ്ലെയിൻ ടൈലും വരുന്നുണ്ട്. അതിന്റെ അതുകൊണ്ട് അതിന്റെ ഒരു ഹൈലൈറ്റ് പ്ലേസിലൊക്കെ ഏറ്റവും ബെറ്റർ ഇതാണ് കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ലൈറ്റും കൂടി ഇതിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. അതിന്റെ ഒരു ചെറിയ പിക്ചർ ആയിട്ട് ഇവിടെ മുകളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ഗ്രേയിലേക്ക് വരുന്നതാണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് 8x4 നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതെ 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 2x4 പിന്നെ 160/80 6x4 ആൻഡ് 8x4 ഈ ഒരു സെയിം സാധനം നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഗ്ലോസിയാണ്. അതിൽ തന്നെ മാറ്റിലും വരുന്നുണ്ട്. സെയിം ഡിസൈൻ തന്നെ നമുക്ക് 4 സൈസിലും അവൈലബിൾ ആണ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് കിച്ചണിന്റെ കൗണ്ടർ ടോപ്സ് നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നതാണ്. മോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ അവരെ ഏറ്റവും വെറൈറ്റി ഓഫ് ഡിസൈൻസ് നമുക്ക് കിച്ചണിന്റെ ഇതിൽ വരുന്നുണ്ട്. മോട്ടോയിലെ വരുന്ന പ്രീമിയത്തിൽ വരുന്ന കിച്ചൺ നമ്മളൊരു മോക്കപ്പ് കൂടെ ചെയ്ത് വെച്ചാണ് ഒരു കസ്റ്റമർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഇത് പിന്നെ 240/80 സൈസിൽ വരുന്നതാണ്. ഇനി ഇതന്നെ ആളുകൾ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അതേ പാറ്റേൺ തന്നെ ഈ ഒരു ഫീലിംഗിലും ചെയ്തിട്ടുണ്ട്. ഡിഫറൻസ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു കാണുന്ന കേട്ടോ, ഇത് കുറച്ചുകൂടി ഡാർക്ക് ഗ്രേ ആണ്, അതിലേക്ക് ലൈറ്റ് ഗ്രേ വരുന്നുണ്ട്. ഇത്രയും ഡിഫറൻസ് കിച്ചണിലെ കൗണ്ടർ ടോപ്പ് അവൈലബിൾ ആണ്. മോട്ടോന്റെ കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ടാണ് ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കിൽ കാണുന്നതൊക്കെ ഇതിന്റെ ഓരോ മോക്കപ്പ് ഏരിയ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ സാനിറ്ററി ഐറ്റംസ് ഉണ്ട്, അതും കൂടിയും കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ തന്നെ ഗാലക്സി ഹോമിന്റെ ജാഗോറിന്റെ ഷോറൂമിലാണ് കേട്ടോ. കേരളത്തിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ജാഗോറിന്റെ മാത്രം വരുന്ന ഫിറ്റിംഗ്സും ഒക്കെ വരുന്ന ഡിസ്പ്ലേ ഏരിയയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗം കാണാം.
ജാഗോറിന്റെ സ്പെഷ്യൽ ആയിട്ട് ഭയങ്കര എസ്തെറ്റിക് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ഒരുപോലെ എസ്തെറ്റിക്കലി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അത്രയും സ്റ്റോക്കും ഉണ്ട്, നല്ല ഡിസ്പ്ലേ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇതെന്താണ്? ഇത് നമ്മൾ എൻക്ലോഷർ എന്ന് പറയും. അതായത് ബാത്റൂമിൽ നമ്മൾ സേഫ്റ്റി വേണമെങ്കിൽ അതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം അതാണ് അതിൻ്റെ ഒരു ട്രെൻഡും വരുന്നത്. അപ്പം നമ്മൾ പിന്നെ വെറ്റ് ഏരിയയിൽ കൊടുക്കുന്ന ഒരു ഇതാണ്, ബാത്തിങ് ഏരിയയിൽ കൊടുക്കുന്ന ഇതാണ് ഗ്ലാസ്. ഓ യെസ്, ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ബോർഡും കാര്യങ്ങളും സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാപ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു വാട്ടർ ക്ലോസറ്റ് വരുന്നുണ്ട്. ബേസിന് ഒക്കെ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു സെറ്റ് രൂപത്തിൽ ബാത്റൂം സെറ്റ് ചെയ്ത ഒരു ഫീലിംഗിലേക്ക് നമുക്ക് കിട്ടും. അതേമാതിരിയാണ് നമ്മളിപ്പം ബാത്റൂമിൽ ചെയ്യുന്ന ഡൈവർട്ടർ എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് ആണ്. അതിലൊക്കെയാണ് ഹോട്ടും കോൾഡും ആയിട്ട് വരുന്നത്. നമ്മളിപ്പം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ടായിരിക്കും സ്പൗട്ടിൽ വരിക. എല്ലാം പ്രീമിയത്തിൽ വരുന്ന ടാപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ടാപ്പിൽ ഹൈറ്റ് ഡിഫറൻസിലൊക്കെ ആയിട്ട് താഴെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹെഡ് ഷവർ വരുന്നുണ്ട്. ഹെഡ് ഷവർ തന്നെ വെറൈറ്റീസ് ഉണ്ട്. ഹെഡ് ഷവറിൽ നമുക്ക് ഏറ്റവും തിന്നായിട്ട് പോയി സൈസ് ബിഗ് ആവുന്നതിനനുസരിച്ച് നമുക്ക് റെയിനി എഫക്ട്, മഴക്കാലത്ത് നമ്മൾ മഴവെള്ളം കുളിക്കുന്ന ഫീലിംഗ് നമുക്ക് കിട്ടും. അതിന് ഹാൻഡ് ഷവർ ഇപ്പം നമുക്ക് ഇതിൽ 3-way ഡൈവർട്ടർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതും കണക്ട് ചെയ്യാം. 3 ഔട്ട് അപ്പോഴുണ്ടാവും. അപ്പോൾ അതെ, ഒന്ന് നമുക്ക് പിന്നെ സ്പൗട്ടിലേക്ക് വരും, ഒന്ന് ഷവറിലേക്ക് വരും. മൂന്നാമത്തെ ഔട്ട് നമുക്ക് ഹാൻഡ് ഷവർ ഓപ്ഷൻസ് വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ മാത്രമല്ല ഹോട്ട് ആൻഡ് കൂൾ വരുന്നത്. അതെ അതെ, എല്ലാ ഓപ്ഷനിലും നമുക്ക് കിട്ടും. നല്ല വ്യത്യസ്ത തരത്തിലുള്ള മോഡൽസ് ആണ് വരുന്നത്. നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് പല ആളുകളും എപ്പോഴും ചോദിക്കുന്ന ടാപ്പുകൾ ഒരുപാട് മോഡൽസ് കണ്ടിട്ട്, അപ്പൊ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ഡിസ്പ്ലേ സെന്ററിനാണ് ഞാൻ പറഞ്ഞത്. ഗാലക്സി ഹോം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രത്തോളം വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ടാപ്പിൽ തന്നെ നമുക്ക് നോർമലും അവൈലബിൾ ആണ്, പിന്നെ മിക്സറും അവൈലബിൾ ആണ്. അതെ അതെ. ഇപ്പം നമ്മളിപ്പോ ഇന്ത്യൻ ഇതിനനുസരിച്ചിട്ട് നമുക്ക് മിക്സറിന്റെ ആവശ്യം പൊതുവെ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പം അത് ഇവിടെ എല്ലാവരും അതിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ 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 അതെ. അപ്പം അതിലേക്ക് കൊടുക്കും. അപ്പൊ ഇത് ലോങ് വരുന്നത് എന്താ വെച്ചാൽ ടേബിൾ ടോപ്പ്, കൗണ്ടർ ടോപ്പ് ഒക്കെ ബേസിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റേത് ബേസിന്റെ മേലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹോട്ടും കോൾഡും നമുക്ക് കിട്ടും. പിന്നെ ഇത് നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്ന ആദ്യത്തെ ഒരു മിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, ഡൈവർട്ടർ വരുന്നതിന്റെ തൊട്ട് മുന്നുള്ളതാണ്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേതാകുമ്പോൾ സിംഗിൾ ഒരു ലിവറിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ 2 കൈയും അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാന്നുള്ളത് മാത്രം ചോദിച്ചു വരുന്നുണ്ട്. ചില ഏരിയകളിൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ വേണ്ടി വരും. കാരണം ഇവിടെ മിറേഴ്സ് വരുന്നുണ്ട്. മിററിൽ നമ്മൾ ആ ഒരു ബാത്റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ ആക്സസറീസും കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സെറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ? അല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പൊ കസ്റ്റമർ ചോയ്സ് ആണ്. ഇപ്പം സിംഗിൾ ആയിട്ട് തന്നെ മതിയെങ്കിൽ ടവൽ റിംഗ് മാത്രം മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല, നമുക്കിപ്പോൾ ചോയ്സ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു വീടിലേക്ക് ആവശ്യമുള്ള എല്ലാം ഒരു ബാത്റൂമിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിൽ നമ്മൾ ഇപ്പൊ അവരെങ്ങനെയാണോ ചോയ്സ് ചെയ്തത്, അതിൽ ഇപ്പം ക്ലോസറ്റ് സ്ക്വയർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്ക്വയർ ടവൽ റിംഗ് കൊടുക്കും. ഗ്ലാസിൻ്റെതും അതേമാതിരി സ്ക്വയറിന്റെ പാറ്റേണിലുള്ളത് കൊടുക്കും. ടവൽ റെയിൽ അതേമാതിരി സ്ക്വയർ, അങ്ങനെ എല്ലാം ആ ഒരു പാറ്റേണിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ തന്നെ കളർ ഓപ്ഷൻസും ചെയ്യാൻ പറ്റും. അതെ അതെ, അത് സ്റ്റീലിന് മാറിയിട്ട് അല്ല, നമുക്ക് അതെ പിന്നെ ആന്റിക് ഫീലിംഗിൽ കൊടുക്കാൻ പറ്റും, ഗ്രേ കളർ കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഫീലിംഗിലും നമുക്ക് കൊടുക്കാം. അതിന്റെ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ ചെയ്ത് വെച്ചത് ഇപ്പോൾ ഒരു ഗോൾഡൻ ഓപ്ഷനിൽ വരുന്നതാണ്. ഗോൾഡൻ കളറിൽ വരുന്നതാണ്. ഇത് ചോദിച്ചു വരുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിനിപ്പം പിന്നെ ക്ലോസറ്റ്സ് പോവാണെങ്കിൽ ബീച്ചിലേക്ക് വാളിനോട് ഹാങ് ചെയ്തിട്ടുള്ള ക്ലോസറ്റ് വരുന്നുണ്ട്. ദെൻ കൺസീലിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറൊരു കളർ ഓപ്ഷൻ ആണ് ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗോൾഡ് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ ഗ്രേ ഉണ്ട് കേട്ടോ. നമുക്ക് ഗ്രേന്റെ ക്ലോസറ്റും ടാപ്പ് വരുന്നുണ്ട്, ഷവർ ഹാൻഡ് ഷവർ വരുന്നുണ്ട്, ഹെഡ് ഷവർ വരുന്നുണ്ട്. എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ആ ഒരു കളർ ഡിഫറൻസിൽ വരുന്നുണ്ട്. ബേസിന് വരെ നമ്മൾ സെറ്റ് ചെയ്ത്. പിന്നെ നമുക്ക് അടുത്തപ്പോൾ ഒരു വാട്ടർ ഹീറ്റർ സെക്ഷൻ. വാട്ടർ ഹീറ്റർ ഇപ്പം നമുക്കിപ്പോൾ നിർബന്ധമാണല്ലോ. നമ്മളെ കാലാവസ്ഥ മാറി തുടങ്ങി, ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു 3 ലിറ്റർ മുതൽ ഏകദേശം ഒരു 25 ലിറ്റർ, 50 ലിറ്റർ, 200 ലിറ്റർ വരെ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ചെറുത് 3 ലിറ്റർ എന്ന് പറയുന്നത് ഇൻസ്റ്റ എന്നാണ് അതിന് പറയുക. കാരണം പെട്ടെന്ന് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീഡിൽ തന്നെ വെക്കുന്നത്. അത് കൂടുതലും ഇപ്പോൾ ബാത്റൂമിലേക്കല്ല, നമ്മൾ ഹോട്ടൽസ് അല്ലെങ്കിൽ ഹോട്ടലിന്റെ കിച്ചണിലേക്കും
വീടുകളിലെ കിച്ചണിലേക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? അതിൽ ഒരു 3000 ആ റേഞ്ച്, പിന്നെ അതിൻ്റെ ഓപ്ഷൻ അനുസരിച്ചിട്ട് 3000 to 10,000 വരെ അതിൽ വിലയിൽ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് 6 ലിറ്റർ ആണ് വരുന്നത്. അതിൽ തന്നെ മാനുവലും വരുന്നുണ്ട്, ഓട്ടോ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ മാനുവലൊക്കെ വരുമ്പോൾ ഒരു 7,000 8,000 ആ റേഞ്ചിൽ തുടങ്ങിയിട്ട് ഏകദേശം 25 ലിറ്റർ വരെ വരുമ്പോഴേക്കും ഒരു 25,000 30,000 രൂപ വരെ നമുക്ക് കിട്ടും. ഏറ്റവും വലിയതായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുന്ന ഏതാണ് ഇപ്പോൾ? ഏറ്റവും 15 ലിറ്ററിൽ നമുക്ക് കിട്ടും. 15 ലിറ്റർ കിട്ടും. അതിൽ തന്നെ ആ ഒരു സ്വിച്ചും ഇതിന്റെ എല്ലാം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൺട്രോൾ എങ്ങനെയാണ് വരുന്നത്? കൺട്രോൾ ഒക്കെ നോർമലി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഓൺ ഓഫ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മൾ ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് അതിൽ വെള്ളം ശരിക്കും ഹീറ്റായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ എത്രയാണോ കൺസംഷൻ പിന്നെ വീണ്ടും ഫില്ല് ചെയ്യുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആവുക, സെൻസറിങ് ടൈപ്പിൽ തന്നെ അത് വന്നിട്ട് ഓൺ ആവുക ചെയ്യുക. അപ്പോൾ വൈകുന്നേരം വരെ നമ്മൾ ഓണാക്കി വെച്ചാലും കറണ്ട് കൺസംഷൻ അത്ര ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും നമുക്കത് വരാം. ഇവിടെ കിച്ചണിന്റെ ആ ഒരു ടോയ്ലറ്റിന്റെ തന്നെ ചെറിയൊരു മോക്കപ്പ് ചെയ്തിട്ടുണ്ട്. ജാഗോറിന്റെ തന്നെ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ബേസിനുണ്ട്, വാട്ടർ ക്ലോസറ്റ്, ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗ്രീൻ ആൻഡ് ബീച്ച് ഡോണിലാണ് വന്നിട്ടുള്ളത്. ഇതെന്താണ് സംഭവം? അത് എൻക്ലോഷർ തന്നെ നേരത്തെ നമ്മൾ കണ്ടു. നേരത്തെ നമ്മൾ കണ്ടത് കോർണർ ടൈപ്പിലാണ്. ഇത് ബിറ്റ്വീൻ ദ വാളിൽ നമുക്കിപ്പോൾ നമ്മളെ ഓരോ ബാത്റൂമും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ കമ്പനിയുടെ അവർ വന്നിട്ട് അവിടെ വന്ന് മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇതുപോലെ കൊടുക്കാൻ പറ്റും. നമുക്ക് വാളിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ നമ്മൾ ബോഡി ജെറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കാണിച്ചതാണ്. ഇപ്പം പിന്നെ ബോഡിയിലേക്ക് നമുക്ക് ഹാൻഡ് ഷവർ യൂസ് ചെയ്യുന്നതിന് പകരം അതിൽ നിന്നായിരിക്കും വെള്ളം നമ്മളെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത്. നമുക്ക് പ്രഷർ പമ്പും വേണ്ടി വരും. പിന്നെ കളറിൽ നമുക്കിപ്പം എൻക്ലോഷറിന്റെ പിന്നെ ഹാൻഡും റെയിലും ഒക്കെ നമുക്ക് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടും. നമുക്ക് ഇപ്പൊ ക്രോമിയം ക്രോം പ്ലേറ്റിൽ കിട്ടും, ഗോൾഡിൽ കിട്ടും, ഗ്രേയിൽ കിട്ടും, ആന്റിക് ഫീലിംഗിൽ കിട്ടും. എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ. അപ്പൊ അതിന് ടെൻഷൻ വേണ്ട കേട്ടോ, അതിലും എല്ലാ കളേഴ്സിലും ഹാൻഡിൽസ് വരെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ മോക്കപ്പ് പേര് സെറ്റ് ചെയ്തിട്ടുണ്ട്. കളറാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത, സിൽവർ ആ ഒരു ഫീലിംഗ്. ഈ ഒരു കളർ സ്റ്റീലിന്റെ കളർ അല്ല, പക്ഷെ എന്നാ ഒരു സിൽവർ ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ജാഗോറിന്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാപ്പാണ് കേട്ടോ. ടേബിൾ ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ ഒരു വാട്ടർ ക്ലോസറ്റ് വരുന്നുണ്ട്. സിൽവറിന്റെ കളറിലാണ് വരുന്നത്. സെൻസർ ടൈപ്പ് ടാപ്പും നമുക്ക് അവൈലബിൾ ആണ്. സെൻസർ ടൈപ്പ് ആണ് വരുന്നത്. വാഷ് ബേസിൻ തന്നെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ഇത് റൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. ബേസിൻ ടോപ്പ് ആയിട്ടാണ്. ഇത് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് വരുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പം അവരെ ആ സൈസിനനുസരിച്ചിട്ട് കുറച്ച് ആ ഏരിയക്ക് വലിയ ആളുകൾക്ക് കുറച്ചും കൂടി ബേസിന് കുറച്ച് വലുത് വേണ്ടിയിരുന്നു. അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ടാപ്പുകളാണ്. ഇത് ആംഗിൾ കോക്ക് എന്നുള്ള ഫീലിംഗ് ആണ്. നമ്മൾ ഓരോ മോഡൽസ് ആണ്. അപ്പോൾ ക്ലോസറ്റ് എടുക്കുന്നതിനനുസരിച്ച് സ്ക്വയറിലേക്കാണ് സ്ക്വയറിൽ പോവാം. ഇതെന്നാണ് നമ്മൾ പിന്നെ കണക്ഷൻ. ഇതിപ്പം മറ്റേ പഡ് നമ്മൾ ചെയ്യുക എങ്ങനെയാ വെച്ചാൽ ഷവറിന് മാത്രം സെപ്പറേറ്റ് വെക്കുകയായിരുന്നു. അതിനുള്ള ഓപ്ഷൻസ് ആണിത്. ഇത് പിന്നെ ടാപ്പ് എന്ന് വരുന്നത് ഓരോ മോഡലായിട്ട് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കൺസീൽ ടാങ്ക്സ്, പിന്നെ ക്ലോസറ്റ്സിന്റെ ഒക്കെ മോഡൽസ്. ക്ലോസറ്റ് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു പിന്നെ 9,000 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് 9,000 ഇവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. സോഫ്റ്റ് ക്ലോസ് സീൽ കവർ ആയിരിക്കും നമ്മൾ ഓപ്പൺ. അതെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ് ഇതില് അങ്ങനെ ഈ ലിഡിന്റെ സോഫ്റ്റ് ക്ലോസ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു കർവിംഗ് ഡിസൈൻ ഒക്കെ വന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആവുന്ന രൂപത്തിലാണ് ജാഗോറിന്റെ വാട്ടർ ക്ലോസറ്റ് ഒക്കെ വരുന്നത്. ദെൻ ബേസിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിൻ തന്നെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട്. കളേഴ്സിലാവട്ടെ ആ ഒരു ഫിനിഷിംഗ് തന്നെ ഉണ്ട്. ഇത് വരുന്ന ഒരു ബ്ലാക്ക്, ഒരു സെമി മാറ്റ് ബ്ലാക്കിൽ വരുന്നതാണ്. അതിന്റെ തന്നെ വൈറ്റ് സെയിം ഗ്ലോസിനെസ്സിലും വരുന്നത്. ബ്ലാക്ക് തന്നെ സെയിം വരുന്നതാണ് ഈ ഒരു വൈറ്റിൽ വരുന്ന ബേസിന്. പിന്നെ കുറച്ച് ബ്രൗൺ ആയിട്ട് കംപ്ലീറ്റ് ഒരു നമ്മൾ വാട്ടർ ക്ലോസറ്റും അതുപോലെ തന്നെ ബേസിനൊക്കെ ബ്രൗൺ എടുക്കുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുണ്ട്. ഇതിന്റെയൊക്കെ സ്റ്റോക്കും ഇവിടെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് ഡിപ്പോ ഇവിടെ തന്നെ നിയറസ്റ്റ് തന്നെയാണ്, കാലിക്കറ്റ് തന്നെ ഉണ്ട്. അപ്പം കമ്പനിയുടെ ഡിപ്പോ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നിപ്പം ഓർഡർ ചെയ്ത് തന്നെ ഇതാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ക്ലോസറ്റ് കുറച്ചും കൂടി ക്ലോസറ്റിൽ എങ്ങനെയാ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഇലക്ട്രിക് ടൈപ്പിൽ വരുന്നതാണ്. സീറ്റ് കവറും ഇപ്പം ഹാൻഡിക്യാപ്ഡ് അങ്ങനത്തെ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. നോബ് നീഡിൽ വന്നിട്ട് ക്ലീനിങ് നീഡിൽ വന്ന് അപ്പൊ നമുക്ക് ബൈ ഹാൻഡ് അതാ ഞാൻ പറഞ്ഞ ഹാൻഡിക്യാപ്ഡിനുള്ള യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് സീറ്റ് കവർ നമുക്ക് മാത്രമായിട്ട് നമുക്ക് എടുത്തിട്ട് ക്ലോസറ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള ക്ലോസറ്റ് വാൾ ഹാങ് ക്ലോസറ്റിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 30,000 ആ റേഞ്ചിലേക്ക് വരും സീറ്റ് കവർ. അതെ അപ്പോൾ നമുക്ക് അതെന്ന് വെച്ചാൽ ഹാൻഡിക്യാപ്ഡിനൊക്കെ ചിലപ്പം കൈ കൊണ്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും യൂസബിൾ ആയിട്ടുള്ള സാധനമാണ്. ജാഗോറിന്റെ തന്നെയാണ്.
കുറച്ചും കൂടി യൂസ്ഫുൾ ആണ് ഇത്തരത്തിലുള്ള ആ ഒരു വാട്ടർ ക്ലോസറ്റ് ഒക്കെ. ഇത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് എഗ്ഗിന്റെ ആ ഒരു ഫീലിംഗ് വരുന്ന. ഓക്കെ, നല്ല നല്ല ഡിഫറൻസ് തീമിൽ വരുന്ന വാട്ടർ ക്ലോസറ്റ് ഉണ്ട്. ദെൻ ഇവിടെ ആയിട്ടൊരു മോക്കപ്പ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ മിററും ഗ്രീൻ ബോർഡൊക്കെ ആയിട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ അറിയും. ഇത് കുറച്ചുകൂടി ഇത് ഒരു ബ്രാസ് അതിൽ വരുന്നതാണ്. ഹോട്ടും കോൾഡും ഒക്കെ സെപ്പറേറ്റ് തന്നെ ഈ ടാപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമുക്ക് നമ്മുടെ ആ ഒരു ടോയ്ലറ്റിലേക്കൊക്കെ മാച്ച് ആവുമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നോർമൽ ആയിട്ട് വരുന്നത്. അതെ അതെ, വാൾ ഹാങ് വാഷ് ബേസിൻ. ഇപ്പൊ കൗണ്ടർ ടോപ്പ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ അധികം ട്രെൻഡ് കൗണ്ടർ ടോപ്പ് ആണ്. പക്ഷെ ചില ഏരിയകളിൽ നമുക്കത് അപ്ലിക്കബിൾ അല്ലാത്ത ഏരിയകളിൽ നമുക്ക് വാൾ ഹാങ് ആയിട്ടുള്ള വാഷ് ബേസിൻസ് കൊടുക്കാൻ പറ്റും. സെമി പെഡൽസിലായിട്ടുള്ള ഒരു വാഷ് ബേസിൻസ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതവിടെ സിംഗിൾ പീസ് ക്ലോസറ്റ്സ്. അപ്പോൾ ചില വാൾ ഹാങ് വെക്കാൻ പറ്റാത്ത ഏരിയകളിലൊക്കെ നമുക്ക് ഇപ്പോഴും പഴയ മോഡൽ ഇതിന്റെയൊക്കെ കളേഴ്സിൽ വരുന്നുണ്ട്, അവൈലബിൾ ആണ്. പക്ഷെ അതിന് നമുക്ക് എന്താ വെച്ചാൽ കളറിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 1 month അല്ലെങ്കിൽ 45 days ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രോബ്ലം മാത്രമേ. കുറച്ചും കൂടി ക്ലീൻ ആൻഡ് നീറ്റ് എന്നുള്ള വൈറ്റ് തന്നെ ഒരുപാട് നമ്മൾ നോർമൽ ആയിട്ട് ചൂസ് ചെയ്യുന്ന വാട്ടർ ക്ലോസറ്റുകൾ വരുന്നുണ്ട്. അതെടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ബാത്ത് റബ്ബ് വരുന്നുണ്ട്. ബാത്ത് റബ്ബിന്റെ ജാക്കൂസി കാര്യങ്ങളൊക്കെ ഉള്ളത് അത് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ആ ഒരു എങ്ങനെയാണ് വർക്കിംഗ് ഒക്കെ വരുന്നത്? നമുക്ക് ബാത്ത് ടബ് തന്നെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് പിന്നെ ഫ്രീ സ്റ്റാൻഡ് എന്ന് അവർ പറയും. നമുക്കിപ്പോൾ നേരെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വെക്കാൻ പറ്റും. അതെ, ഒരു 80,000 ആ റേഞ്ച് ഒക്കെ വരുന്ന മെറ്റീരിയൽ ആണ്. നമുക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ നമുക്ക് നേരെ ഡയറക്റ്റ് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് വെറും ടബ് മാത്രമായിട്ട് അവൈലബിൾ ആണ്. അത് നമ്മളെ ബാത്റൂമിന്റെ ഏരിയ അനുസരിച്ച് സൈഡ് ബ്രിക്ക് ഒക്കെ കെട്ടിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കാം. അതൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഫുൾ ഓപ്ഷൻസ് ആയിട്ടുള്ള, അതായത് പിന്നെ മസാജർ എല്ലാം വരും. എയർ മസാജ്, വാട്ടർ മസാജ്, പിന്നെ ഹീറ്റ് തെറാപ്പി, ലൈറ്റ് തെറാപ്പി, അങ്ങനെയൊക്കെ വരുന്ന ഒരു ഓപ്ഷൻ. അതെ, ഏകദേശം 2 lakh. വേണ്ട, ഇതിൽ തന്നെ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാട്ടറിന് മാത്രം നമ്മളൊരു കണക്ഷൻ ഔട്ട് കൊടുക്കണം. അതെ അതെ അതെ, ഹോട്ട് ആൻഡ് ബിൽ ആയിട്ട് വരുന്നതാണ്. ഒരു 1,80,000 ആ റേഞ്ചാണ് ഇത് വരുന്നത്. ഇതിന് തന്നെ പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് 2 ആൾക്ക് കിടക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയുള്ള അവൈലബിൾ ആണ്, നമുക്ക് കൊടുക്കാം. ചെറിയ മോഡലാണ് വെച്ചിട്ടുള്ളത്. അതെ അതെ അതെ, സൈസ് കൂടുതൽ വേണ്ട ആളുകൾക്ക് അതിനനുസരിച്ചുള്ളത് ഇവിടെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിന്റെ അടുത്ത നെക്സ്റ്റ് ഒരു വരുന്നത് നമ്മൾ നേരത്തെ ഡൈവേർട്ടർ പരിചയപ്പെട്ടു. ഇതെല്ലാം കൂടി ഒന്നിൽ കിട്ടുന്ന ഒരു പാനലാണ്. ഒറ്റ പാനലായിട്ട് തന്നെ എല്ലാ ഡൈവേർട്ടറും ഉണ്ടാവും. ഹാൻഡ് ഷവറും ഹെഡ് ഷവറും എല്ലാം അതിൽ ഇതിനെങ്ങനെയാണ് പ്രൈസ്? ഒരു 19,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതെ അതെ അതെ, അതിൽ തന്നെ കളർ ഡിഫറൻസ് ബ്ലാക്കില് വൈറ്റിലൊക്കെ വരുന്നുണ്ട്. ഇത്രയും ഏരിയയിൽ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ജാഗോറിന്റെ എന്തൊക്കെ പ്രൊഡക്ട്സ് നമുക്ക് ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. ജാഗോറിന്റെ A to Z ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ലീഡിങ് പ്രൊജക്ട്സ് ഒക്കെ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ജാഗോറിന്റെ മാത്രമല്ല, സാനിറ്ററി നമ്മൾ എല്ലാ ലീഡിങ് ബ്രാൻഡ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, കരോവിറ്റ്, കജാരിയുടെ ഉണ്ട്, പിന്നെ ഹിൻഡ്വെയറും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ജാഗോർ മാത്രം സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇനി എവിടെ പോകുന്നുള്ള സംശയമൊന്നും വേണ്ട. നേരെ നമ്മുടെ ഗാലറി ഹോമിൽ വന്നാൽ മതി. ഇവിടെ കാലിക്കറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവാം. ഓക്കെ, എല്ലാ സംഭവം ഇവിടെ തന്നെ കിട്ടും കേട്ടോ. അതിനും നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാനിറ്ററീസ് ഒക്കെ വരുന്നത് കരോവിറ്റിലാണ്. കരോവിറ്റ് എന്ന് പറഞ്ഞാൽ കജാരിയുടെ ആണ്. അപ്പൊ ലീഡിംഗ് ബ്രാൻഡ് തന്നെയാണ്. സംശയം വേണ്ട, നല്ല ലീഡിംഗ് ബ്രാൻഡ് ആണ്. അതിനുള്ള ഗ്യാരണ്ടിയും കാര്യങ്ങളും ഒക്കെ കമ്പനി 10 year സർവീസ് വാറന്റിയോട് കൂടി തന്നെ കൊടുക്കാൻ പറ്റും. അതിപ്പം ജാഗോർ ആയാലും ഇതായാലും ഏത് ബ്രാൻഡ് ആയാലും നമുക്ക് അതിൽ കൊടുക്കാം. 10 വർഷത്തെ വാറന്റി ഉണ്ട്. നല്ല നല്ല മോഡൽസ് ആണ് വരുന്നത്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെ. അതെല്ലാം സോഫ്റ്റ് ക്ലോസ് വരുന്നത്. പിന്നെ അതിൽ വേറെ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് സൈഫോണിക് എന്ന് പറയും, പിന്നെ ഒന്ന് വാഷ് ഡൗൺ എന്ന് പറയും. സൈഫോണിക് എന്ന് പറയുമ്പോൾ എയർ സക്ക് ചെയ്തിട്ട് എടുക്കുന്ന ഒരു രീതിയാണ്. എല്ലാ മോഡൽസിലും വരുന്നുണ്ട്. എല്ലാ മോഡൽസ് മീൻസ് പിന്നെ 1-2 മോഡൽ ഒഴികെ ബാക്കി എല്ലാത്തിലും രണ്ടും അവൈലബിൾ ആണ്. ഒരേ സമയം രണ്ടും കിട്ടും. പിന്നെ ഡിഫറൻറ്റ് സൈസസും കിട്ടും. പിന്നെ ഇതിന്റെ മെഷർമെന്റിലും കിട്ടും. 30 cm, 220 അങ്ങനെയൊക്കെ പറയുന്ന മോഡലിലും കിട്ടും. അതിൽ തന്നെ പിന്നെ വാൾ ഹാങ് ആയിട്ട് വരുന്ന ഇവിടെ കംപ്ലീറ്റ് വാൾ ഹാങ് ആണ്. ഇവിടെ ഈ ഒരു ഡിസ്പ്ലേ ഏരിയനെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നമുക്ക് കയറി വരുമ്പോൾ തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം കജാരി തന്നെയാണ്. കജാരിന്റെ വരുന്നത് ബേസിൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് കജാരിന്റെ. അതെ, കജാരിയുടെ ഡൈവേർട്ടേഴ്സ്, സ്പൗട്ട്, ബിപ് ടാപ്പ്, പില്ലർ ടാപ്സ്, അങ്ങനെ സിങ്ക് ടാപ്പ്, ഇതെല്ലാം ഓരോ ഷേപ്പിനും ഓരോ ടാപ്പ് ഓരോ ഷേപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഹിൻഡ്വെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് വരുമ്പോൾ അതിന്റെ ഡൈവേർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അത്
ഇതിലും ഹോട്ട് ആൻഡ് കോൾഡ് എന്നുള്ള ആ ഒരു പ്രോസസ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ് ഇത് നമ്മൾ പിന്നെ കൺസീൽ ടാങ്ക്, ഇപ്പം വാൾ ഹാങ് ക്ലോസറ്റ് വെക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വാട്ടറിന്റെ ഒരു ഓപ്ഷൻ വേണമല്ലോ. അതിന് കൺസീൽ ടാങ്ക്, ചുമരിന്റെ ഉള്ളിലാണ് ഈ സാധനം ആദ്യം പോവുക. എത്രത്തോളം 5,000 6,000 മുതൽ ഏകദേശം അതെ 10,500 വരെ നമുക്ക് തരാൻ പറ്റിയ ഫുൾ ഫ്രെയിമും ഉണ്ടാവും, ആ ഫ്രെയിമും ഉണ്ടാവും. അങ്ങനെ രണ്ട്. അത് ഗബ്രിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഗ്രോഹെ എന്ന് പറഞ്ഞ ബ്രാൻഡ് വേറെ ചെയ്യുന്നത്. രണ്ട് ബ്രാൻഡിന്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് രണ്ടും. ഹിൻഡ് വെയറിന്റെ വാൾ ഹാങ്സ് ആണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആണ് വരുന്നത്. സോഫ്റ്റ് ക്ലോസ് എല്ലാം സോഫ്റ്റ് ക്ലോസ്. ഇതിന്റെ ആ ഒരു ഷേപ്പ് തന്നെ നല്ല വ്യത്യാസം കേട്ടോ. ബേസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹിൻഡ് വെയർ എന്നുള്ള ആ ഒരു സംഭവം തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റ് ഒക്കെ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ നമുക്ക് അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതും ഇന്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ മെറ്റീരിയൽ വാൾ ഹാങ് ക്ലോസറ്റ്സ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി അത് ഇന്റർനാഷണൽ ബ്രാൻഡിലേക്ക് ഒന്നും കൂടി കടന്നു. മറ്റൊന്നും മോശമെന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഫീലിംഗിലേക്ക് വന്നു. ഇതൊരു ഗ്ലാസ് വരുന്നുണ്ട്. അതെ ഒരു ഗ്ലാസ് ഫീലിംഗ് ആണ് അതിന്റെ സീറ്റ് കവറിനൊക്കെ വരുന്നത്. മുകൾ ഭാഗത്തായിട്ട് ഗ്ലാസ് ആണ്, സോഫ്റ്റ് ക്ലോസ് വരുന്നുണ്ട്. ഇതിന്റെ ഷേപ്പ് തന്നെ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നോർമലി സക്കിംഗ് ആണോ ഇങ്ങനെ? അല്ല, ഇതൊക്കെ നോർമൽ ഇതിൽ തന്നെ ചെയ്തു വരുന്നതാണ്. അതെ റിംലെസ്സും ഇതായിട്ട് രണ്ടിലും നമുക്ക് കിട്ടും. റിംലെസ് ആകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ക്ലീനിങ്, ആ ഒരു പ്രോസസ്സ് ഒന്നും കൂടി ഈസി ആയിരിക്കും ക്ലീനിങ്ങിന്റെ. മറ്റൊന്നും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എങ്കിലും അതിന്റെ ഫീലിംഗ് കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ ഗ്രോഹയുടെ തന്നെ അതിന്റെ തന്നെ ഗ്രോഹ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഡൈവേർട്ടേഴ്സും അതെ ഫിറ്റിംഗ്സ് ആണ്. അത് നല്ല ഭംഗി, നല്ല റെഡിക്ക് ഓരോ കാര്യവും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ ഈസിയാണ്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈസിയാണ്. ഒരു സൈഡിൽ നിന്ന് വന്ന് നോക്കി കഴിഞ്ഞാൽ മൈൻഡിൽ അങ്ങനെ ഒരു ടോയ്ലറ്റ് എന്തായാലും സെറ്റ് ചെയ്തിട്ട് കാണിച്ചത് നല്ലതാണ്. ഇതുപോലെ ഡിസ്പ്ലേ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കത് എത്രത്തോളം ആക്റ്റീവ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ കംപ്ലീറ്റ് ടാപ്പുകളാണ്. അതെ ഗ്രോഹായിട്ട് നമ്മളിപ്പോൾ ബിപ് ടാപ്സ് ചുമരുന്ന് വരുന്ന ടാപ്പുകളാണ്. പിന്നെ നോർമലായിട്ട് കൊടുക്കുന്ന ടാപ്പുകളാണ് വരുന്നത്. ഇത് കിച്ചൺ ഇപ്പം കിച്ചണിലേക്ക് നമുക്ക് പുൾ ഔട്ട് ഒക്കെ ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും നമ്മൾ ആ വെജിറ്റബിൾസ് അതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ കട്ടിംഗ് ബോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈപ്പ് വരുന്നുണ്ട്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേ ഇതിലെ പൊസിഷനിലേക്ക് തന്നെ പോകും. അത് വെയിറ്റ് ഇട്ടിട്ട് വരുന്നതാണ്. കിച്ചൺ ടാപ്പിന്റെ വെറൈറ്റീസ് ആണ്. ഇത്രയധികം വെറൈറ്റീസ് നമ്മൾ എവിടെ പോയാലും കാണില്ല കേട്ടോ. അതും ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ തന്നെ വരണം. നമ്മളിപ്പോൾ ലീഡിംഗ് ബ്രാൻഡ്സ് ആയിട്ടുള്ള പിന്നെ ഹാഫ്ലെ ചെയ്യുന്നുണ്ട്, കാരിസിൽ ചെയ്യുന്നുണ്ട്, ഫ്രാങ്കെ ചെയ്യുന്നുണ്ട്. അതെ പിന്നെ നോർമൽ ബ്രാൻഡിലും അതും ചെയ്യുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ കസ്റ്റമറുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇതിനനുസരിച്ച് നമുക്ക് എല്ലാ മെറ്റീരിയലും കൊടുക്കാൻ പറ്റും. അതും ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 3,000-3,500 രൂപ മുതൽ ഏകദേശം 60,000 വരെയുള്ള മെറ്റീരിയൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. പൊതുവെ നമ്മൾ ഷോപ്പിൽ ഇങ്ങനത്തെ സാനിറ്ററി ഷോപ്പിൽ പോയാൽ പ്രീമിയത്തിലുള്ളവർക്ക് പ്രീമിയം മാത്രമായിരിക്കും. നോർമൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് മുതൽ പ്രീമിയം വരെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെയാണ് കിച്ചന്റെ നമ്മൾ ഹോബ്സ്, ചിമ്മിനി ആൻഡ് ഹോബ്സ് നമ്മൾ ചെയ്യുന്നത്. വുഡ് ആൻഡ് ഹോബ് എന്ന് പറയുന്നത് നമ്മളിവിടെ ക്രോംപ്ടൺ ചെയ്യുന്നുണ്ട്, പിന്നെ ഫാബർ ചെയ്യുന്നുണ്ട്, പിന്നെ ഹാഫ്ലിയും നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ 3 ബർണർ ഉണ്ട്, 2 ബർണർ വരുന്നുണ്ട്. ഏകദേശം ഒരു 15,000-18,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഹോബ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ചിമ്മിനി അതേമാതിരി തന്നെ ഒരു 15,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ആ സൈസ് നമ്മൾ ഏരിയക്ക് അനുസരിച്ചിട്ട് സൈസിന് അനുസരിച്ചിട്ട് അത് നല്ലൊരു ഓപ്ഷൻ ആണ്. നമുക്ക് ടൈലൊക്കെ പർച്ചേസ് ചെയ്തിട്ട് കിച്ചണിക്കാണെങ്കിൽ ടൈലും വുഡ് ആൻഡ് ഹോബും എല്ലാം ഇവിടെ നിന്ന് തന്നെ എടുത്ത് ഒറ്റയടിക്ക് പോകാൻ പറ്റും. അത് കയറി വന്നാലും നമുക്ക് ഏകദേശം ഗ്രാനൈറ്റ് മുതൽ ഏറ്റവും ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കിന് വരെയുള്ള എല്ലാ മെറ്റീരിയലും നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും, എല്ലാം കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരു കുടക്കയിൽ നിന്നുള്ളതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് നമ്മുടെ ഗാലക്സി ഹോം. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബെസ്റ്റ് ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഗ്രാനൈറ്റിന്റെ സെക്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ വേറൊരു ഓപ്ഷൻ കൂടി പറയാനുള്ളത്, നമ്മളൊരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറ്റാലിയൻ മാർബിളും കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർബിളിന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് അതിൽ വരുന്നത്. ഗാലക്സി ഹോമിന്റെ ഗ്രാനൈറ്റിന്റെ സെക്ഷനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ ഗ്രാനൈറ്റ് ചോദിച്ചു തരുന്ന ആളുകൾക്കും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ വെറൈറ്റീസ് ഉണ്ടല്ലോ. വെറൈറ്റി ഉണ്ട്. അതായത് പിന്നെ ഗ്രാനൈറ്റ് തന്നെ നമുക്ക് ഗ്ലോസി ഫീലിംഗിൽ കൊടുക്കാൻ പറ്റും, മാറ്റിൽ കൊടുക്കാൻ പറ്റും, ലെതർ ഫീലിംഗിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നതാണ് ഹൈ ഗ്ലോസി ബ്ലാക്ക്. അതും നമുക്ക് നല്ലൊരു മെറ്റീരിയൽസ് നമ്മൾ ഇവിടെ എപ്പോഴും കളക്ഷനിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ ഒരു
മാറ്റിൽ തന്നെ ലെതർ ഫീലിംഗിൽ ബ്ലാക്കിഷ് ആണെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയും വെറൈറ്റീസ് നമുക്ക് മെയിൻ ആയിട്ട് ഗ്രാനൈറ്റ് കിച്ചണിൽ കൗണ്ടർ ടോപ്പ് ആയിട്ട് വരുന്നുണ്ട്, സ്റ്റെപ്പിന് വരുന്നുണ്ട്, സ്റ്റെയറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിലേക്കുള്ള ഡിഫറെന്റ് ഗ്രാനൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗാലക്സി ഹോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. നിങ്ങളുടെ സമയവും പൈസയും എല്ലാം ലാഭമാവുന്ന രൂപത്തിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ടൈൽസിൻ്റെ എല്ലാ സെക്ഷനും കണ്ടു, ഇതിൻ്റെ സാനിറ്ററീസ് കണ്ടു, ജാഗോറിനെ സെപ്പറേറ്റ് വരുന്നുണ്ട്, ബാക്കി എല്ലാ ബ്രാൻഡുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീടിന് ഡിസൈൻ അനുസരിച്ചിട്ട് ടൈൽസ് ആവട്ടെ, വാട്ടർ ക്ലോസറ്റ് ആവട്ടെ, സാനിറ്ററീസ്, ഫിറ്റിങ്സ് എല്ലാം നിങ്ങൾക്ക് ഒരു കുടക്കയിൽ കിട്ടുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഗാലക്സി ഹോം. നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് തന്നെ? കോഴിക്കോട് ജില്ലയിൽ മുക്കം ഗോതമ്പ് റോഡിലാണ്. അരീക്കോട് റോഡിൽ ഗോതമ്പ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗോതമ്പ് റോഡ് വിശാലമായ റോഡാണ്, പാർക്കിംഗ് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ്. നിങ്ങൾക്ക് മിസ്സാവില്ല. നിങ്ങളുടെ സമയവും ലാഭിക്കാം, നിങ്ങളുടെ പൈസയും എല്ലാം ലാഭിക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഷോപ്പാണ് ഗാലക്സി ഹോം. അപ്പോൾ നിങ്ങളുടെ വിസിറ്റേഴ്സ്, ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ക്ലയൻസ് ആവട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആവട്ടെ, ആർക്കിടെക്ട്സ് ആവട്ടെ, തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള വേറെ ആൾക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഗാലക്സി ഹോം. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ നോക്കാം, മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യുക, ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ലൊക്കേഷന്, കോൺടാക്ട് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും മിസ്സാക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.